സമൂഹമാധ്യമങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ച ശേഷമാണ് പുത്തൻ സിനിമകളുടെ പ്രമോഷൻ രീതികളിൽ ആകെമൊത്തം മാറ്റം സംഭവിച്ചത്. പ്രമോഷന്റെ ഭാഗമായി സിനിമയിലെ താരങ്ങൾ തന്നെ നേരിട്ടെത്തി അഭിമുഖങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടും കുറച്ചു കാലങ്ങളേ ആയിട്ടുള്ളൂ. ഓരോ സിനിമയുടെയും സ്വഭാവത്തിനനുസരിച്ച് അഭിമുഖങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുകയാണിപ്പോൾ നടി നിഖില വിമൽ. PR ടീം തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ അഭിമുഖങ്ങളിൽ ഭാഗമാക്കുന്ന നടീനടന്മാർക്ക് നൽകുമെന്നും നിഖില പറയുന്നു. ചില ഇന്റർവ്യൂകൾക്ക് നമുക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഗുരുവായൂർ അമ്പലനടയിലിന്റെ പ്രമോഷൻ സമയത്ത് ഇന്റർവ്യൂസിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തന്നിരുന്ന ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു ഫൺ ഇന്റർവ്യൂ ആയിരിക്കണം എന്നതായിരുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്ത് PR സൈഡിൽ നിന്നുള്ള പ്ലാനിംഗ് ഉണ്ടാകും. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പ്രമോഷൻ സമയത്ത് കണ്ട രാജുവേട്ടനെ നിങ്ങൾ മുമ്പോ അതിന് ശേഷമോ കണ്ടിട്ടുണ്ടാവില്ല. ബേസിക്കലി ഫൺ ഇന്റർവ്യൂ ആക്കണമെന്ന് ഇതിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു പരിധിവരെ കാരണം ധ്യാൻ ചേട്ടനാണ്. പുള്ളിയുടെ ഇന്റർവ്യൂസ് വൈറലായി വരാറുണ്ടല്ലോ. അതിനുശേഷം ഇന്റർവ്യൂസിന് വ്യൂസ് വരണമെങ്കിൽ അത് ഫണ്ണും വാച്ചബിളും ആയിരിക്കണം എന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി സിനിമയായതുകൊണ്ട് ഫണ്ണായി തന്നെ ഇന്റർവ്യൂവും നൽകണമെന്ന കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻ അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടറുകൾ പറയുക, തമാശകൾ ഉണ്ടാക്കുക, തമാശകൾ പറയുക എന്നതെല്ലാം അതിൽ ഉൾപ്പെടുമെന്നും നിഖില പറഞ്ഞു.